സരൂട്ട് ഭാരത് നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG ജ്യോതിർഘോഷാണ്. സാർ സ്വാഗതം. നമസ്കാരം സാറ്, വളരെ കാത്തിരുന്ന് മോദി ട്രംപ് കൂടിക്കാഴ്ച അങ്ങ് ഫ്രാൻസിൽ നടന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് രണ്ട് നേതാക്കളും കണ്ടത്. അതിനു മുമ്പുള്ള കൂടിക്കാഴ്ചകളൊക്കെ ചരിത്ര പ്രസിദ്ധമായിരുന്നു. രണ്ട് കൂട്ടരും ഏതോ കോളേജ് സഹപാഠികളെ പോലെ പരസ്പരം ആലിംഗനം ചെയ്യുന്നു, തമാശകൾ പങ്കിടുന്നു, അങ്ങനെ കളിച്ച് രസിച്ചു പോകുന്നു. വലിയ രീതിയിലാണ് രണ്ട് കൂട്ടരും പരസ്പരം ഉറ്റ സുഹൃത്തുക്കളെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് കഥ മാറിയത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ചയോടെ രണ്ടും കൂട്ടരും തമ്മിലുള്ള ആ ഒരു പഴയ ഊഷ്മളമായ ബന്ധം പുനഃസൃഷ്ടിക്കപ്പെടുമെന്നാണ് നമ്മൾ ധരിച്ചത്. പക്ഷെ കണ്ടത് വന്നിൽ ചുമരിലൊരു തട്ട്, എന്തോ ഒന്ന് കാര്യമായിട്ടെന്തോ ഒന്ന് പറഞ്ഞു, പിന്നെ പരസ്പരം മുഖം നോക്കാൻ പോലും സമ്മതിക്കാത്ത തരത്തിൽ രണ്ടുപേരും മാറി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. മോദി ട്രംപ് കൂടിക്കാഴ്ച അല്ലെങ്കിൽ മോദി ട്രംപ് ബന്ധത്തിൽ എന്താണ് സംഭവിച്ചത്? ഇങ്ങനെയാണെങ്കിൽ അത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ അത് എത്രത്തോളം ബാധിക്കാൻ സാധ്യതയുണ്ട് സാർ? രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പണ്ട് നമ്മൾ കണ്ടിരുന്ന ഈ ഒരു മച്ചാൻ കെട്ടിപ്പിടുത്തമുണ്ടായിരുന്നു. അതെ, ആ കാലഘട്ടം കഴിഞ്ഞു. ഇപ്പോ മെയിനായിട്ട് ഇന്ത്യ ശ്രമിക്കുന്നത് ഈ പറഞ്ഞതുപോലെ കോസ്മെറ്റിക് റിലേഷൻഷിപ്സിലേക്ക് ഇന്ത്യ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തില് അത് വേണ്ടാന്ന് വെച്ചു, ഉപേക്ഷിച്ചു. കാര്യം അതിനി സാധ്യമല്ല എന്ന് മാത്രമല്ല, അതിന് പ്രസക്തിയുമില്ല എന്നുള്ളത്. കാരണം അമേരിക്ക ഇനി ഒരു രാഷ്ട്രവും വിശ്വസിക്കത്തില്ല. അമേരിക്കയിലുള്ള എല്ലാ വിശ്വാസങ്ങളും ഇന്ത്യക്ക് മാത്രമല്ല ലോക രാഷ്ട്രങ്ങൾക്കെല്ലാം തന്നെ ഇല്ലാണ്ടായി. അതിന് പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കില് പതിറ്റാണ്ടുകൾ പോലും പോരാതെ വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല, അമേരിക്ക നമ്മൾ എപ്പോഴും പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പലർക്കും അത് മനസ്സിലാവുന്നില്ലെങ്കിലും അമേരിക്കയിലുള്ള ഇക്കണോമിസ്റ്റുകൾക്ക് അതുപോലെ തന്നെ നിരീക്ഷകർക്കും തന്നെ പറയുന്നുണ്ട്, ഇത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയാണ്. അപ്പൊ ആ തകർച്ചയുടെ ഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ അമേരിക്കയെ പഴയതുപോലെ ഇനി കെട്ടിപ്പിടിച്ചിട്ട് വലിയ കാര്യവുമില്ല. പിന്നെ ഇവിടെ ആവശ്യമുള്ളത് നമ്മുടെ ട്രേഡ് ഡീലാണ്. ആ ട്രേഡ് ഡീലും ഈ ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് കൃത്യമായ ഒരു വളരെ കൊടുക്കൽ വാങ്ങൽ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഡീല് ഇപ്പോഴും അതിന്റെ ചർച്ചകൾ വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ട് രാജ്യങ്ങളും ചെയ്യാവുന്ന വിട്ടുവീഴ്ചകൾ, ഇന്ത്യ പോലും ഇപ്പൊ സോയാബീൻ ഉൾപ്പെടെയുള്ള സംഗതികൾ ഇറക്കുമതി ചെയ്യാൻ ഒരു പരിധിവരെ സമ്മതിച്ചിട്ടുണ്ട്. അതേ സമയത്ത് നമ്മളുടെ മീറ്റും ഡയറി ഉൽപ്പന്നങ്ങളും മറ്റൊന്നും അവിടെ ഒരു കോംപ്രമൈസ് ഇല്ല. അപ്പൊ ആ ഒരു വ്യക്തമായ ചില നിലപാടുകൾ എടുക്കുന്നുണ്ട്. അതേ സമയത്ത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ തീവ്രമായ രീതിയിൽ ഈ ട്രേഡ് ഡീൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ട്രേഡ് ഡീൽ ഒരു പക്ഷേങ്കിൽ അത് സഫലമാവുകയും ചെയ്യും. ഇന്ത്യക്ക് ഇപ്പൊ താല്പര്യം അത് മാത്രമാണുള്ളത്. മാത്രമല്ല, ഇപ്പൊ ഡിഫൻസ് ഡീലും ഇന്ത്യയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അമേരിക്ക. ഈ താരിഫ് യുദ്ധം നടക്കുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡിഫൻസ് ഡീലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ അത്തരത്തിലുള്ള ഒരു നയതന്ത്ര ബന്ധവും അത് വ്യാപാരത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു നയതന്ത്ര ബന്ധമാണ് ഇപ്പൊ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഊർജ്ജം വാങ്ങുന്ന സംബന്ധിച്ചാണെങ്കിലും $500 ബില്യൺ ഊർജം വരുന്ന 5 ഊർജ ഉൽപ്പന്നങ്ങളും ഇപ്പൊ ഈ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ഉള്ളത് വരുന്ന 5 വർഷത്തിനുള്ളിൽ $500 ബില്യൺ ആക്കി ഉയർത്തുക എന്നുള്ളതാണ് ഇപ്പൊ ഇന്ത്യ കൊടുത്തിരിക്കുന്ന ഒരു പ്രോമിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഡീലിലെ ധാരണ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഡീലുകൾ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ളത് നടക്കുന്നുള്ളല്ലാതെ ഈ ഒരു കെട്ടിപ്പിടി രാഷ്ട്രീയം അത് കഴിഞ്ഞു. മാത്രമല്ല ഇത് മോദിക്കും ഏറ്റവും വലിയ ആവശ്യമാണ്. ആഭ്യന്തരമായിട്ടും ഇപ്പൊ ഇവിടുന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ മോഡി ട്രംപിനെ കണ്ടു കഴിഞ്ഞാൽ മുയലിനെ പോലെ പേടിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മള് G7 മീറ്റിംഗില് മുഖ്യ അജണ്ടയിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ കാണുന്നത് ട്രസ്റ്റ് റീബിൽഡിംഗ് ആണ്. ട്രസ്റ്റ് ഡെഫിസിറ്റ് സംഭവിച്ചിരിക്കുന്നു ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ. അതുകൊണ്ട് ആ വിശ്വാസ്യത പുനഃസ്ഥാപിക്കുക എന്നുള്ളതിന്റെ ഒരു മെയിൻ തീമായിട്ട് വന്നു. ഈ മെയിൻ തീം പോലും ഈ മറ്റ് ലോകരാഷ്ട്രങ്ങൾ എല്ലാം കൂടെ, ഈ G7 രാഷ്ട്രങ്ങളിലെ മറ്റു രാജ്യങ്ങളെല്ലാം യോജിക്കുകയും ട്രംപിനെതിരെ അല്ലെ അമേരിക്കയെ പരോക്ഷമായി ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു തീമിനകത്തുള്ള ഒരു സംഗതി നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഇപ്പം ഹോർമൂസ് കടലിടുക്കിലെ വിഷയം, ഇപ്പം മാരിടൈം
ഇപ്പൊ നമ്മുടെ യുദ്ധം മൂലം നമ്മുടെ ഈ മാരിടൈം റൂട്ടുകളെല്ലാം തടസ്സപ്പെട്ട ഒരവസ്ഥയുണ്ട്. ഈ ലോക സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ ബാധിച്ചൊരു സംഗതിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പൊതുവിഷയങ്ങൾ, ലോകത്തെ സംബന്ധിക്കുന്ന പൊതുവിഷയങ്ങളാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സാധാരണ G7 രാജ്യം മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഒരു അമേരിക്കൻ മേൽക്കൈ വരുന്ന കാഴ്ച നമ്മൾ കാണാനുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഈ ട്രംപിന് വലിയ സ്വീകരണമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മാക്രോണും ട്രംപും തമ്മിലുള്ള ബന്ധം അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മാക്രോണൊക്കെ മാക്രോണിനെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനും മടിച്ചിട്ടില്ല. ഉദാഹരണത്തിന് പിന്നെ പുടിന്റെ വരവിന് ശേഷം അമേരിക്കയിലേക്കുള്ള അലാസ്കയിലേക്കുള്ള വരവിന് ശേഷം നടന്നിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളുള്ള മീറ്റിംഗില്, അതേപോലെ ഉക്രൈന്റെ ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തോളം, അത് യൂറോപ്പിന്റെ ഉത്തരവാദിത്തമാണ്, അമേരിക്കയൊന്നും ഇതില്ല. അതിനുശേഷം ട്രംപും മാക്രോണും തമ്മിൽ നടന്നിട്ടുള്ള പിന്നെ ഈ വാക്കുകൾ കൊണ്ടുള്ള, ശരിക്കും പറഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണ് നടന്നിരുന്നത്. അപ്പൊ അതിനുശേഷം ഇപ്പൊ മാക്രോൺ ആണ് ഇപ്പൊ ഇവിടെ ട്രംപിനെ G7 മീറ്റിംഗിൽ ഹോസ്റ്റ് ഫ്രാൻസ് ആണ്. അപ്പം ട്രംപിന്റെ ബഹുമാനാർത്ഥം വേഴ്സൈൽ പാലസില് ഈ മാക്രോൺ ഒരു വിരുന്നാക്കി ഒരുക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണെങ്കിൽ പോലും നമ്മളത് G7 രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ കാണുന്നത് അവിടുത്തെ ആഫ്രിക്കൻ രാജ്യങ്ങളും അതേപോലെ തന്നെ ജപ്പാനും പിന്നെ ഫ്രാൻസും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം ഏതാണ്ട് ഒരേ സ്വഭാവത്തിൽ നിൽക്കുകയും അമേരിക്ക ഇങ്ങനെ വേറിട്ട് നിൽക്കുകയും ചെയ്തൊരു സംഗതിയാണ്. അമേരിക്ക ഇപ്പം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഡീൽ ഉണ്ടാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോ ട്രംപ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ ട്രംപിനോടുള്ള ബഹുമാനാർത്ഥം മാക്രോൺ ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു ഹോസ്റ്റ് രാജ്യം ചെയ്യുമ്പോൾ അതിഥികളെല്ലാം വളരെ നന്നായിട്ട് സ്വാഗതം ചെയ്യേണ്ട ആവശ്യമാണ്. അപ്പൊ അതിന്റെ ഒരു മര്യാദ എന്ന നിലയിൽ മാക്രോൺ ഇപ്പൊ ഈ G7 മീറ്റിംഗ് കുറച്ച് നീട്ടിവെക്കുകയും ചെയ്തു. കാരണം ട്രംപിന്റെ 80ാം പിറന്നാൾ ആഘോഷം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ അതൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ അതിനകത്ത് എല്ലാം കാണുന്നത് ഒറ്റപ്പെട്ട ട്രംപിന്റെയും ഒറ്റപ്പെട്ട അമേരിക്കയുടെയും ഒരു പിക്ചറാണ്. ഇപ്പൊ മോദി എന്തുകൊണ്ട് ഈ രീതിയിൽ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ജസ്റ്റർ കാണിക്കാൻ തയ്യാറായി എന്ന് പറയുന്നത് പോലും ഈ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയും അമേരിക്കയ്ക്ക് ലോകരാഷ്ട്രങ്ങൾക്കിടയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിന്റെ, ഇപ്പൊ ഞാൻ ജിയോ പൊളിറ്റിക്കൽ എന്നല്ല പറയുന്നത്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിന്റെ ക്ലൗട്ട് തകർന്നതിന്റെയും ഒരു ഉദാഹരണം കൂടിയാണ്. കാരണം ട്രംപിന് ഇപ്പൊ ഇനി എത്ര ദേഷ്യമുണ്ടെങ്കിൽ പോലും ഇപ്പൊ ഈ ട്രംപ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പറയുകയുണ്ടായി, ഞാൻ ഇന്ത്യയെ വിരട്ടിയിട്ടാണ് പിന്നെ പാകിസ്ഥാനും ഇന്ത്യയും നമ്മൾ യുദ്ധം നടത്തിയെന്ന് പറഞ്ഞു. അതിനുള്ള മറുപടി കൂടിയാണ് മോഡി ഇപ്പൊ G7 കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 16 മാസമായിട്ട് രണ്ടുപേരും നമ്മൾ കാണുന്നത് ആദ്യമായിട്ടാണ്. കാനഡയിൽ കഴിഞ്ഞ വർഷത്തെ G7 മീറ്റിംഗിന് പോയപ്പോഴത്തേക്ക് ട്രംപ് മോദിയെ അങ്ങോട്ട് ക്ഷണിച്ചു, സുഹൃത്തെ ഇവിടെ ഇറങ്ങി നമുക്കൊരു ചായ പിടിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. മോദി വരുന്നതിന് മുമ്പ് മുങ്ങിയെന്നാണ് കഥ. അതെ. അപ്പൊ അതുകൊണ്ട് ട്രംപിന്റെ വളരെ പരിതാപകരമായ ഒരു ചിത്രമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ G7-ലും അത് തന്നെയാണ് കാണുന്നത്. ഇപ്പൊ G7-ല് ഈ പറഞ്ഞതുപോലെ ഈ ഇന്നിപ്പം പിന്നെ ഏറ്റവും രണ്ടാമത്തെ പ്രാധാന്യത്തിൽ നടക്കുന്ന ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ AI റെഗുലേഷനാണ്. ആ AI റെഗുലേഷനിൽ പോലും അമേരിക്കയെ ഈ G7 രാജ്യങ്ങള് ഒരു പൂർണ്ണ മനസ്സോടെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം അമേരിക്കയായിട്ട് ഇപ്പൊ ഒരു AI-യുടെ റെഗുലേഷൻ സംബന്ധിച്ച് ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ അമേരിക്ക അത് പാലിക്കുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പില്ല. അതുകൊണ്ട് ഇപ്പൊ ഈ G7 രാജ്യങ്ങൾ നടത്തുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങള് അപ്പോ ആന്ത്രോപിക്കിന്റെ പുതിയ ഒരു AI മോഡൽ വന്നിട്ടുണ്ട്, മിഥോസ് എന്ന് പറഞ്ഞു. ഈ മിഥോസ് ഇപ്പം ബ്രിട്ടനും മറ്റ് 40 കമ്പനികൾക്ക് മാത്രമേ അത് കൊടുത്തിട്ടുള്ളൂ. കാര്യം അത്രയ്ക്ക് ലോകത്തില് പ്രകമ്പനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു AI മോഡലാണ് വന്നിരിക്കുന്നത്. ബാങ്കിങ് മേഖലയൊക്കെ ഏത് രീതിയിൽ അത് ഓരോ രാജ്യത്തെയും ബാധിക്കുന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ അതിനി പുറത്തിറക്കണോ വേണ്ടോ എന്നുള്ളത് പോലും ആന്ത്രോപിക്ക് പോലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് ഒരു സാധനം, അത് കൺഫേംഡ് അല്ല, അതുകൊണ്ടാണ് പറയാത്തത്, അതിനെ വിഡ്രോ ചെയ്തതിനെ കുറിച്ച് പോലും ഒരു ചിന്തിക്കുന്നു കേൾക്കും ഈ മിത്തോസിന്. അപ്പൊ ഇത്തരത്തിൽ ഒരു വളരെ സജീവമായ ഈ സാങ്കേതിക വിദ്യ സംബന്ധിച്ചുള്ള ചർച്ചയും ഇതിന്റെ റെഗുലേഷൻ നടക്കുമ്പോൾ പോലും അമേരിക്കയെ ഈ G7 രാജ്യങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ദയനീയമായ ചിത്രവും നമുക്ക് ഇവിടെ നിന്ന് കാണാം. അതേസമയം യൂറോപ്യൻ രാജ്യങ്ങളും
ഗ്ലോബൽ സൗത്തും യൂറോപ്യൻ രാജ്യങ്ങളും ഗ്ലോബൽ സൗത്തും കൂടെ ചേർന്നിട്ട് ഒരു ഒരു പുതിയ ജിയോ പൊളിറ്റിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പുതിയ ജിയോ പൊളിറ്റിക്കൽ കൂട്ടായ്മ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പൊ അതിന് ഈ യൂറോപ്യൻ രാജ്യങ്ങളും അതേപോലെ തന്നെ ഗ്ലോബൽ സൗത്തും ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് മുമ്പിലത്തെ മോദിയുടെ മീറ്റിംഗില് മോദി ഫ്രാൻസിലൂടെ പോയി സംസാരിച്ചതും ഈ ഗ്ലോബൽ സൗത്തിനെ കുറിച്ചിട്ടാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് സംസാരിച്ചത്. അപ്പൊ നമ്മൾ മനസ്സിലായി ഗ്ലോബൽ സൗത്തും യൂറോപ്യൻ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ, ഡിഫൻസ് ഡീലുകൾ. ഇപ്പൊ ഫ്രാൻസ് ഇന്ത്യയിൽ ആരംഭിക്കാൻ പോകുന്ന ഫ്രാൻസിന്റെ സഹകരണത്തോട് ആരംഭിക്കാൻ പോകുന്ന ഈ പ്രതിരോധ മേഖലയിലുള്ള യുദ്ധവിമാനങ്ങളും മറ്റു ഉൽപാദനത്തിന്റെ സംഗതികളും, അതേപോലെ തന്നെ അവിടുന്ന് നമ്മുടെ സിവിൽ ആവശ്യങ്ങൾക്കായിട്ട് ഈ ഫ്രാൻസിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ പോകുന്ന മോഡുലാർ ന്യൂക്ലിയർ സംഗതികൾ, അതൊക്കെ നമ്മുടെ നമ്മുടെ ഊർജ ആവശ്യത്തിനുള്ള സംഗതികളാണ്. അപ്പൊ നമ്മൾ യൂറോപ്യൻ യൂണിയൻ നടത്തിയിട്ടുള്ള ട്രേഡ് ഡീൽ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഇന്ത്യ ഒരു മേജർ പ്ലെയർ ആയിട്ട് രംഗത്തേക്ക് വരുന്ന കാഴ്ചയും കാണും. ഇപ്പൊ ഗ്ലോബൽ സൗത്തിലെ ഒരു ലീഡറായിട്ട് ഇന്ത്യ മാറുകയും ആ ഇന്ത്യയും അതുപോലെ ഗ്ലോബൽ സൗത്തും യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ഇന്ററാക്ഷൻ വരികയും ഒക്കെ ചെയ്യുന്ന ഒരു പുതിയ ഒരു ചേരി അങ്ങനെ രൂപപ്പെടുന്ന കാണാം. അതോടൊപ്പം മറുഭാഗത്ത് ബ്രിക്സിന്റെ ഒരു ഫോർമേഷൻ കാണാം. പിന്നെ നമ്മൾ ഇതിനകത്തൊക്കെ കാണുന്നത് ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടത് ഡോളർ തകർന്നടിയുന്നതിന്റെ ആരംഭം കൂടെ കാണുകയാണ് ചെയ്യുന്നത്. ഇപ്പോ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് സാർ. കാര്യം ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടുന്ന G7 എന്ന് പറയുന്നത് ലോകത്തെ സമ്പന്നരുടെ ഒരു കൂട്ടായ്മ എന്നാണല്ലോ അറിയപ്പെടുന്നത്. അതിൽ ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി മോദി അവിടെ ക്ഷണിതാവായി എത്തുന്നു. G7 പ്രധാനിയായ അമേരിക്കയുമായിട്ട് അല്ലെങ്കിൽ ട്രംപുമായിട്ട് വലിയ സ്വരച്ചേർച്ചയിലല്ല. അതേസമയം തന്നെ G7 പ്രധാന രാഷ്ട്ര തലവന്മാർ, ഇപ്പോൾ UK പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ഫ്രാൻസിൻ്റെ മാക്രോൺ ആയിക്കോട്ടെ, ഇറ്റലിയുടെ മെലോഡി എന്നേ വരുള്ളൂ, മെലോണി ആയിക്കോട്ടെ, ജപ്പാനുമായിട്ട് ആയിക്കോട്ടെ, ഇവരുമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധങ്ങളൊക്കെ ഇന്ത്യയുടെ വളരെ സ്മൂത്തായിട്ട് വളരെ മാതൃകാപരമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അമേരിക്കയോട് വേണമെങ്കിൽ നെക്ക് ഫൈറ്റിന് പോലും തയ്യാറാണ് എന്നൊരു സാധ്യത കൂടിയല്ലേ ഇപ്പോൾ വരിക. കാര്യം മറ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെ അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ട് പോലും വലിയ സൗഹൃദം സ്ഥാപിക്കുമ്പോൾ ഇനി അമേരിക്കനെ പഴയ അതേ ഗൗരവത്തിനൊന്നും പരിഗണിക്കേണ്ടതില്ല എന്നൊരു സന്ദേശം കൂടി ഉണ്ടല്ലോ ഇതിന്റെ പിന്നിൽ. അതാണ് ഏറ്റവും പ്രധാനം. ഈ 2 ആഴ്ച മുമ്പ് മോദി UAE വഴി അതേപോലെ തന്നെ നെതർലാൻഡ്സ്, ഓർമ്മയില്ലേ, 2 ആഴ്ച ആയിട്ടുള്ളൂ പോയിട്ട്. അത് ഇറ്റലിയിലാണ് അത് അവസാനിക്കുന്നത്. മോഡിയുടെ വളരെ സുഹൃത്ത് ചോക്ലേറ്റ് മെലോനിക്ക് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുകൊടുത്ത ഓർമ്മയില്ലേ? അപ്പൊ അതിനെ ഇവിടെ രാഹുൽ ഗാന്ധി ഒക്കെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്തു. അപ്പോ അങ്ങനെ ഒരു വലിയൊരു ഒരു പുതിയ കുറെ കരാറുകളും ധാരണയും ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ G7 മീറ്റിംഗിലേക്ക് മോദി പോകുന്നത്. അപ്പൊ അവിടെയും നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ്. ഇപ്പം ഈ അമേരിക്ക ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഇനിയിപ്പം നമ്മൾ അടുത്ത യുദ്ധാനന്തര കാലഘട്ടത്തിൽ കാണാൻ പോകുന്നത് ഈ ഡോളറിന്റെ തകർച്ചയായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ UAE പ്രസിഡന്റും ഇവിടെ G7 പങ്കെടുക്കുന്നുണ്ട്. അപ്പോ UAE-യുമായിട്ട് ഇന്ത്യ നടത്തുന്ന വ്യാപാരങ്ങൾ മുഴുവൻ ഇന്ത്യ ലോക്കൽ കറൻസി സെറ്റിൽമെന്റ് LCS നടത്തുന്നത്. ഇപ്പൊ ഇന്ത്യ UAE-യിൽ നിന്ന് സംഗതി എണ്ണ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രൂപ കൊടുത്താൽ മതി. അതേപോലെ തന്നെ UAE ഇവിടെ നിക്ഷേപിക്കുന്നത് അവരുടെ കറൻസിയിലാണ് നിക്ഷേപിക്കുന്നത്. ഇപ്പൊ ചൈനയും റഷ്യയും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും യുവാനും റൂബിളുമാണ്. ഇറാനും ചൈനയും അവരവരുടേതായിട്ടുള്ള നാണയങ്ങളാണ്. അപ്പോ ഈ ബ്രിക്സ് രാജ്യങ്ങളെല്ലാം ഈ പറഞ്ഞതുപോലെ ഇനി LCS-ലേക്ക് വരാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അപ്പൊ അത് ഏതാണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഇപ്പൊ ലോക്കൽ കറൻസി സെറ്റിൽമെന്റിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ ഡോളറിന്റെ ഇപ്പം സൗദി അറേബ്യയുമായിട്ട് 74 ഉണ്ടാക്കിയ കരാറ് കഴിഞ്ഞു. പെട്രോ ഡോളർ ശക്തമാക്കിയിട്ടാണല്ലോ ആ കരാർ പ്രകാരം ശക്തമാക്കിയിട്ടാണ് ഡോളറിനെ ബലവത്താക്കി. അങ്ങനെയാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ഈ പറഞ്ഞതുപോലെ ലോകത്തിന്റെ മുകളിൽ കൊടിപറത്തുകയും ചെയ്തത്. അപ്പൊ ആ കരാറും കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇപ്പൊ UAE ഒപ്പക്കൽ നിന്ന് പുറത്തു വന്നു. ഒരുപാട് മാറ്റങ്ങൾ ഈ യുദ്ധത്തിനകത്ത് ഉണ്ടായി. അപ്പൊ യുദ്ധത്തിനകത്ത് ഒരുപാട് പരാധീനതകൾ, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഈ യുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉണ്ടായി. ഇനിയിപ്പോ ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റങ്ങളാണ്. ഇപ്പൊ നമുക്കിപ്പോ ഒരുപാട് പെട്രോളിന്റെ വില കൂടി, ആഭ്യന്തര ഗ്യാസിന്റെ വില കൂടി, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായി.
പക്ഷെ ഇനിയിപ്പോ ഉണ്ടാകാൻ പോകുന്ന ഒരു പശ്ചിമേഷ്യന് സമാധാനം വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാവും. സ്വാഭാവികമായിട്ട് ഇപ്പം ശരി. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേഖലയിൽ ഇനി ഒരു വലിയ ബൂം വരാൻ പോവാണ്. ഇപ്പൊ ഉദാഹരണത്തിന് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഒക്കെ തുറന്നു കിട്ടാൻ പോകുന്നത് ഈ സമീപ രാജ്യങ്ങളിലൊക്കെ തുറന്നു കിട്ടാൻ പോകുന്നത് വലിയൊരു അവസരങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എപ്പോഴും യുദ്ധം വരുമ്പോഴത്തേക്ക് അതിന്റെ നാശനഷ്ടങ്ങളും യുദ്ധാനന്തര കാലഘട്ടത്തിൽ ഒട്ടേറെ അവസരങ്ങളും വരും. അപ്പൊ ശരി. ഇങ്ങനെയൊക്കെ അതോടൊപ്പം തന്നെ ഈ സാങ്കേതിക വിദ്യ മാറുന്ന ഒരു അവസരമാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത അതാണ്. അവിടെയാണ് ഈ G7 രാജ്യങ്ങളിലെ ഈ റെഗുലേഷൻ പ്രധാനമാകുന്നത്. കാരണം ഈ റെഗുലേഷൻ ഇപ്പൊ ഏറ്റവും അത്യാവശ്യമായി വന്നിരിക്കുകയാണ്, ഈ AI റെഗുലേഷൻ. കാരണം AI സംബന്ധിച്ചിട്ട് ഇപ്പോ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തികളൊന്നും വലിയ പ്രശ്നമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പൊതുവായിട്ടുള്ള ഒരു AI റെഗുലേഷനിലേക്ക് പോകേണ്ടത് ആവശ്യമാണ്. ആ ആവശ്യത്തിലേക്ക് അമേരിക്ക എത്രമാത്രം പങ്കാളിയാകും എന്നുള്ളതാണ് ലോകം വളരെ ജാഗ്രതയോടെ ശരി, നമുക്ക് ഒരു കാര്യം കൂടി ചോദിച്ച് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. കാര്യം ഇപ്പോൾ അമേരിക്കയും ട്രംപുമായിട്ടൊക്കെ നമ്മൾ അത്ര വലിയ രസത്തിലല്ല. അപ്പോഴും അമേരിക്കയ്ക്ക് ഉള്ളൊരു പിടിവള്ളി ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വ്യാപാര കരാറാണ്. അത് സംബന്ധിച്ചുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോഴും അന്തിമ ധാരണയിലേക്ക് എത്തിയിട്ടില്ല. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇന്ത്യയുമായിട്ട് ഒരു വ്യാപാര കരാർ വേണ്ടതില്ല എന്ന് ചിന്തിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമോ? ഇന്ത്യ അത്ര പെട്ടെന്ന് അമേരിക്കയ്ക്ക് തള്ളിക്കളയാൻ പറ്റുമോ? പ്രത്യേകിച്ചും ഡോളറിൻ്റെ ആധിപത്യം വല്ലാണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നു. അമേരിക്കയെ ഇന്ത്യക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് അവരുടെ പ്രതിരോധ സാമഗ്രികൾക്ക് വേണ്ടിയിട്ടാകാം. പക്ഷെ അതിനുപോലും ഇപ്പോൾ ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുന്നു. പിന്നെ ആകെ ഉള്ളത് അമേരിക്കയിലുള്ള വിപണിയാണ്. അത് വെച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ഇനി എത്ര കാലം ഇന്ത്യയുടെ മുമ്പിൽ വിലപേശാൻ സാധിക്കും? ഇതിനകത്ത് ഇന്ത്യയെ അമേരിക്കയ്ക്ക് പെട്ടെന്ന് തള്ളിപ്പറയാൻ പറ്റത്തില്ല. ഇന്നത്തെ ജിയോ പൊളിറ്റിക്സിൽ ഇപ്പൊ അമേരിക്ക കണ്ടെത്തിയിരിക്കുന്ന സംഗതിയും അത് തന്നെയാണ്. കാരണം ചൈന റൈസിംഗ് പവറായിട്ട് മാറും. ചൈന ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് മാർക്കോ റൂബിയോ അവിടെ പ്രഖ്യാപിച്ചത് ചൈന ഭീഷണി ഉയർത്തുന്നു. അപ്പൊ ഇന്നിപ്പോ അമേരിക്കയുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി എന്ന് പറയുന്നത് ചൈനയാണ്. ആ ചൈന അവിടെ ഭീഷണിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഇന്ത്യയെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു ജിയോ പൊളിറ്റിക്സിൽ നിലപാടെടുക്കാൻ പറ്റത്തില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപെടലുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നമ്മൾ പുറമേ കാണുന്ന നമ്മളെല്ലാം കാണുന്നത് നമ്മുടെ വ്യക്തിപരമായ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പല ബന്ധങ്ങളെയും നമ്മൾ കാണുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ പറ്റത്തില്ല. അതിന് ചില കരാറുകളുണ്ട്. ഒരു രാജ്യത്തിന് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് നമ്മളിപ്പോ ഇറാനിൽ കണ്ടത്. അപ്പൊ അതുകൊണ്ട് അമേരിക്കയ്ക്കും ഈ പറഞ്ഞ പോലെ ഇവിടെ നടക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ അമേരിക്കയ്ക്ക് വളരെ അത്യാവശ്യമാണ്. അമേരിക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഈ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ നല്ലൊരു ശതമാനം ഇവിടെ നിന്നാണ് ചെല്ലുന്നത്. അതേപോലെ ഫുഡ് ഐറ്റംസ്, ഒരുപാട് ഫുഡ് ഐറ്റംസ് ഇവിടെ നിന്ന് അവിടെ ചെല്ലുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അവർക്കും ആവശ്യമാണ്. ഇപ്പൊ അമേരിക്കയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് ഉദാഹരണത്തിന് നമ്മുടെ ലോക ജനസംഖ്യയുടെ 5% അമേരിക്കൻ ജനസംഖ്യ എന്ന് പറയുന്നത്. ഈ 5% ലോകത്തിന്റെ മിനറൽ റിസോഴ്സസിലെ 54 മുതൽ 60% വരെ ഉപയോഗിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത്. അപ്പൊ അത്രയ്ക്കും വലിയൊരു സമ്പദ് ഘടനയാണ് അമേരിക്ക. ഇപ്പോൾ പോലും വലിയ കടവും തകർച്ച നേരിടുന്നുണ്ടെങ്കിലും ഈ വലിയ കപ്പൽ പതുക്കെ ഈ മുങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പതുക്കെയല്ല മുങ്ങുള്ളൂ. പക്ഷെ എങ്കിൽ പോലും അമേരിക്കയുടെ ഒരു അവസ്ഥ അതാണ്. അതുകൊണ്ട് ഒരിക്കലും അതുകൊണ്ടാണ് ഇന്ത്യ ഈ ട്രേഡ് കരാറിന്റെ കാര്യത്തിൽ വലിയ ഒരു വിട്ടുവീഴ്ചയ്ക്ക് പോകാത്തതും അതേസമയത്ത് വലിയ ആശങ്ക കാണിക്കാത്തതും. കാര്യം ഇന്ത്യ അങ്ങനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ഇന്ത്യ എന്ന് പറയുന്നത് 250-275 കോടി മധ്യവർത്തി പിന്നെ സമൂഹമുള്ള ഒരു രാജ്യമാണ്. അപ്പൊ അത്രയും, അതായത് അമേരിക്കയുടെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ഈ മിഡിൽ ക്ലാസ് ഉള്ള ഒരു സമൂഹമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ആ മാർക്കറ്റിനെയും അമേരിക്കയ്ക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ല. അതാണല്ലോ ഈ ലോക ഈ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന സംഗതി, ആ കൊടുക്കൽ വാങ്ങലിൽ നിന്ന്. അപ്പൊ ഇതേപോലെ വലിയൊരു മാർക്കറ്റിനെ അമേരിക്കയ്ക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. മറിച്ച് ചൈന ഇതേപോലെ ഒരു വലിയ മാർക്കറ്റ് ആണെങ്കിലും ചൈന എന്നുള്ളത് അമേരിക്കയുടെ ഒരു മാർക്കറ്റ് ഡെസ്റ്റിനേഷനാണ്. കാരണം ചൈന അവർക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെല്ലാം അവിടുന്ന് അമേരിക്കയ്ക്ക് ആവശ്യമുള്ളത് മുഴുവൻ, നല്ലൊരു ശതമാനം മുഴുവൻ ചൈനയിൽ നിന്നാണ് ഇപ്പോഴും അമേരിക്കയ്ക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഒരു കാരണവശാലും ഈ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഈ ട്രേഡ് ഡീലായിക്കോട്ടെ, വ്യാപാര ബന്ധങ്ങളായിക്കോട്ടെ, അതുപോലെ ഡിഫൻസ് ഡീലായിക്കോട്ടെ, ഇതിനകത്തൊന്നും വലിയ മാറ്റങ്ങളോ തകിടം മറിച്ചിലുകളോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു അവസ്ഥ. സ്വാഭാവികമായിട്ടും ഇപ്പൊ ട്രംപ് മോഡി
കൂടിക്കാഴ്ചയും അവരുടെ ബോഡി ലാംഗ്വേജും അതെല്ലാം പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇവിടെ രാഹുൽ ഗാന്ധിക്കുള്ള മറുപടി കൂടിയാണ് ഇപ്പൊ G7 വേദിയിലിരുന്ന് മോദി ട്രംപിനോടുള്ള ഇടപെടലിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ ആരാണ്, ഇതാണ് മോഡിയുടെ ചോദ്യത്തിലേ ഉള്ളൂ. രാഹുലെ നോക്കൂ, നീ നിശ്ചയിക്കൂ ആരാണ് ഇവിടെ പുലി, ആരാണ് മുയൽ എന്നുള്ള ഒരു ചോദ്യം കൂടി അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ശരി, നന്ദി. താങ്ക് യു.